ഗസയുടെ ജാലകം എന്നാണ് റഫ അതിർത്തി അറിയപ്പെടുന്നത്. ഗസ മുനമ്പിനും ഈജിപ്തിനും ഇടയിലുള്ള ഈ ക്രോസിംഗ് ഗസയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏക വഴിയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിവെള്ളം അടക്കമുള്ള മാനുഷിക സഹായം എത്തുന്നതും ബാക്കിയായ ജീവനുമായി ഗസയിലെ മനുഷ്യർ അഭയം തേടിയതും റഫയിലാണ്. നിലവിൽ 13 ലക്ഷത്തോളം മനുഷ്യർ ഇവിടെ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഗസയിൽ ഇനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല, എന്നെങ്കിലും സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന കുറച്ചു മനുഷ്യരല്ലാതെ. ഇപ്പോൾ റഫേൽ അഭയം തേടിയവരെയും ലക്ഷ്യമിട്ട് വേട്ടയാടാൻ ഒരുങ്ങുകയാണ് നെതന്യാഹു. വടക്കൻ ഗസയിൽ നിന്നും മധ്യ ഗസയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ കഴിയുന്ന റഫേൽ ഇസ്രായേൽ അധിനിവേശ സേന ആക്രമണം തുടരുകയാണ്. ഇന്നലെ രാത്രി 15 പേരും വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 8 പേരും റഫേൽ കൊല്ലപ്പെട്ടു. ഈ ആക്രമണം വരും ദിവസങ്ങളിൽ കടുപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. കരയാക്രമണത്തിന് മുന്നോടിയായി റഫേൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ നെതന്യാഹു ഉത്തരവിടുകയും ചെയ്തു. റഫേൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഹമാസിനെ പരാജയപ്പെടുത്തുക എന്ന ഇതുവരെ സാധ്യമാകാത്ത പദ്ധതിയും. റഫേൽ ആക്രമണം കടുപ്പിക്കുന്നതോടെ സർവനാശത്തിന്റെ പരകോടിയിലേക്ക് ഗസ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനലക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പ് നൽകി. മാനുഷിക സഹായം എത്തിക്കാനുള്ള പ്രവേശന കവാടമായ റഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനെ പിന്തുണയ്ക്കില്ലെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. റഫ മേഖല ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് മുൻ US പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ സന്നദ്ധ സംഘടനയും ആവശ്യപ്പെട്ടു. സുരക്ഷിത സ്ഥാനം എന്ന പേരിൽ ജനങ്ങളെ ഇസ്രായേൽ ആട്ടിത്തെളിച്ചു കൊണ്ടുവന്ന റഫേൽ കരയുദ്ധം നടത്തുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്ന് കാർട്ടർ സെന്റർ ഉറപ്പിച്ചു പറയുന്നു. റഫേലെ സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ സൈന്യത്തോട് നെതന്യാഹു ഉത്തരവിട്ടത് ഭയപ്പെടുത്തുന്നതാണെന്നും കാർട്ടർ സെന്റർ പുറത്തുവിട്ട പ്രസ്താവനയിലുണ്ട്. മേഖലയിൽ ദീർഘകാല സമാധാനത്തിനും പൗരന്മാരുടെ സുരക്ഷയ്ക്കുമുള്ള സാധ്യതകളെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന നടപടിയാണിത്. 126 ദിവസമായി ഉപരോധത്തിൽ കഴിയുന്ന 12,000 കുട്ടികൾ ഉൾപ്പെടെ 25,000-ലധികം പേർ കൊല്ലപ്പെട്ട ഫലസ്തീനിൽ പുതിയ നീക്കം മാനസിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കും. റഫേൽ കഴിയുന്നവരിൽ ഭൂരിഭാഗം പേരും ഇതിനോടകം ഒന്നിലേറെ തവണ കുടിയൊഴിപ്പിക്കപ്പെട്ടവരാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള മാനുഷിക സഹായം പോലും ഇവരിലേക്ക് എത്തുന്നില്ല. ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവയ്ക്കെല്ലാം കടുത്ത ക്ഷാമമാണ്. സഹായങ്ങൾ തടസ്സം കൂടാതെ എത്തിക്കാൻ അനുവദിക്കണമെന്ന് എല്ലാ കക്ഷികളോടും ആഹ്വാനം ചെയ്യുന്നതായും കാർട്ടർ സെന്റർ പറഞ്ഞു. റഫേലെ ജനങ്ങളുടെ കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ അങ്ങേയറ്റം ആശങ്കാകുലരാണെന്ന് വക്താവ് സ്റ്റെഫാൻ ഡുജറിക്കും പറഞ്ഞു. ആളുകൾ സംരക്ഷിക്കപ്പെടണം. നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കരയുദ്ധമുണ്ടായാൽ വൻതോതിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റഫേൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുന്നത് അസാധ്യമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റഫേലെ ഇസ്രായേൽ ആക്രമണം പരിധി വിടുന്നതായി US പ്രസിഡന്റ് ബൈഡനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ ആ പരിധി ഇസ്രായേൽ എന്നേ ലംഘിച്ചു കഴിഞ്ഞു. ഗസയിലെ ഫലസ്തീനികൾ വംശഹത്യയുടെ ഗുരുതരമായ ഘട്ടത്തിലാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഡയറക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആക്രമണം റഫേൽ എത്തുന്നതോടെ ഇനി സുരക്ഷിതമെന്ന ഒരു സ്ഥാനം ഗസക്കാർക്ക് പൂർണ്ണമായും ഇല്ലാതാകുന്നതിനാണ് ലോകം സാക്ഷിയാകുന്നത്.